കിരണും കല്യാണിയും ഏറെ ആഗ്രഹിച്ച ആ സന്തോഷവാർത്ത അവരെ തേടിയെത്തുകയാണ്. കല്യാണിയുടെ ശബ്ദം. കല്യാണിയെ കിരൺ ഡോക്ടറെ കൊണ്ടു കാണിച്ച് കല്യാണിയുടെ ശബ്ദം ഓപ്പറേഷനു ശേഷം തിരികെ കിട്ടുകയാണ്. അതെ, അധികം വൈകാതെ തന്നെ കിരണും കല്യാണിയും ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർ വിശദമായ ചികിത്സ നടത്തിയതിനു ശേഷം കല്യാണിയോട് ഇവിടെ അഡ്മിറ്റാകാനും അതുപോലെ തന്നെ കല്യാണിക്ക് ഉടനെ തന്നെ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ കല്യാണിയുടെ ശബ്ദം എത്രയും വേഗം തന്നെ മധുരമായ ആ ശബ്ദം തിരികെ കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ചെറുതായി ഒതുങ്ങിയതിനു ശേഷം കിരൺ കല്യാണിയെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്. കല്യാണിയോട് എവിടെ പോവുകയാണെന്ന് പറഞ്ഞിരുന്നില്ല. ഒരു അപ്രതീക്ഷിത സമ്മാനം പോലെയായിരുന്നു കല്യാണിക്ക് ആ സമ്മാനം കിരൺ കൊടുക്കുന്നത്. അങ്ങനെ കിരണും കല്യാണിയും ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ വിശദമായ ചെക്കപ്പിന് ശേഷം ഡോക്ടർ പറയുന്നു, കല്യാണിയുടെ ശബ്ദം നമ്മൾക്ക് വീണ്ടെടുക്കാൻ പറ്റും. അതിന് കുറച്ച് പണച്ചെലവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് എത്രയാണെങ്കിലും ഞാൻ തന്നുകൊള്ളാമെന്നും എനിക്ക് ഇവളുടെ ശബ്ദം മാത്രമാണ് വേണ്ടിയതെന്നും കിരൺ പറയുകയാണ്. കിരണിൻ്റെ ആ ആത്മാർത്ഥത ഉളവാക്കുന്ന വാക്കുകളിൽ കല്യാണി ഉരുകി വീണു പോവുകയാണ്. കാരണം എത്രമാത്രം തന്നെ തൻ്റെ അമ്മ പോലും സ്നേഹിച്ചിട്ടില്ലല്ലോ എന്ന് കല്യാണി ഓർത്തു പോവുകയാണ്. അങ്ങനെ കല്യാണി ജീവിതത്തിൽ ആഗ്രഹിച്ച ഒന്ന് മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. തൻ്റെ അച്ഛൻ കാരണം തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ ആ മധുര ശബ്ദം തനിക്ക് ഒന്ന് കേൾക്കണം, സംസാരിക്കണം, കിരണോട് സംസാരിക്കണം എന്നുള്ള ആ ആഗ്രഹം മാത്രമേ കല്യാണിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ് കിരൺ. എന്തായാലും അധികം വൈകാതെ തന്നെ ഡോക്ടറെ ചെന്ന് കാണുകയും ഉടനെ നടത്തുന്ന ശസ്ത്രക്രിയകളിലൂടെ, വളരെ ചെറിയൊരു ശസ്ത്രക്രിയയിലൂടെ കല്യാണിക്ക് ശബ്ദം തിരികെ കിട്ടുന്നു.